നമ്മുടെ ഇ.പി. ജയരാജൻ സഖാവിൻ്റെ പുസ്തകം അനുനിമിഷം ട്വിസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ രാവിലെ നടന്നതല്ല ഉച്ചയ്ക്ക് പുറത്തു വരുന്ന വിവരങ്ങളല്ല വൈകിട്ട്, ഇന്നിപ്പോൾ രാവിലെ എല്ലാം മാറിയിരിക്കുന്നു. ഇതിനകത്തൊരു വളരെ പ്രസക്തമായ ചോദ്യം, എന്താണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാട്? അദ്ദേഹം ഇ.പി. ജയരാജന് അനുകൂലമാണോ പ്രതികൂലമാണോ? ഈ പുറമേ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. മാഷിന് അതിൻ്റെ ഒരു ഉള്ളു ചികയുമ്പോൾ എന്തു തോന്നുന്നു? അത് വളരെ ഏറെ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ. CPM-നകത്ത് സമീപകാലത്ത് വളരെ മൂർച്ഛിച്ചു വന്നൊരു പ്രതിസന്ധിയുടെ പരിഹാരമായിരുന്നു അത്. കണ്ണൂർ പൊളിറ്റിക്സിൽ പിണറായി ഏതാണ്ട് ഒറ്റപ്പെടുകയും പിണറായിയുടെ കൂടെ നിൽക്കാൻ MP ജയരാജനെ പോലെ വളരെ ദുർബലരായ ചില ആളുകൾ ഒഴികെ ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് ഒരു വലിയ വിഭാഗത്തെ കേന്ദ്രീകരിച്ച് P ജയരാജനും ഇപ്പുറത്ത് വേറൊരു തരത്തിൽ വളരെ സമ്പന്നവും സജീവവുമായ ഒരു മൂലധന താല്പര്യം ഉൾപ്പെടെയുള്ള ലോബിയെ നിയന്ത്രിച്ചുകൊണ്ട് E.P. ജയരാജനും ഉണ്ടായിരുന്നു. ഈ അൻവർ ചെയ്തൊരു ഉപകാരം CPM-ലെ അത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ മുഴുവൻ പതുക്കെ ഒതുക്കാനും അടക്കാനും അതുവഴി പിണറായി വിജയനെ ശക്തിപ്പെടുത്താൻ അനൈക്യം പരിഹരിച്ച് ഒരു യൂണിറ്റി വന്നു. അപ്പോൾ നേരത്തെ പിണറായി വിജയൻ സംസ്ഥാനവും പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നല്ലോ ദീർഘകാലത്തേക്ക്. പക്ഷേ അതിൽ ഈ സെക്കൻഡ് ടേം തുടങ്ങിയപ്പോൾ തൊട്ട് വലിയ തോതിൽ വിള്ളൽ വന്നിരുന്നു. പിണറായി വിജയന് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അത് ഇല്ലാതാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ PV അൻവറാണ്. അദ്ദേഹം ചരിത്രത്തിൽ ചെയ്ത ഏറ്റവും വലിയ സേവനം അതാണ്. CPM-നോട് ചെയ്ത ഏറ്റവും വലിയ ചെയ്തത്. അപ്പോൾ CPM-കാർ സത്യത്തിൽ അൻവറിന് നന്ദി പറയണം. ഇപ്പോൾ അൻവറിനെ ഇപ്പോൾ 2-3 കാര്യങ്ങളുണ്ടായി. ഒന്ന്, CPM-ൽ ഒരു പുതിയ തിരിച്ചറിവുണ്ടാക്കി. ഒന്ന്, ഈ മുസ്ലിം ഫണ്ടമെൻ്റൽസിനോട് മൃദു സമീപനം എടുക്കുന്നത് അപകടം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഭൂരിപക്ഷ സമുദായം, പ്രത്യേകിച്ച് ഈഴവ സമുദായം ഉൾപ്പെടെയുള്ളവർ ഒന്നിച്ച് പാർട്ടിയെ നിർത്തേണ്ടതുണ്ട് എന്ന ബോധ്യം വന്നു. അവരുടെ അസംതൃപ്തി പരിഹരിച്ച് പാർട്ടിക്ക് ഒപ്പം നിർത്തണം. അതോടൊപ്പം പിണറായിക്ക് ഒരു കാര്യം മനസ്സിലായി, അൻവറിൻ്റെ ബോംബ് പോലും ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അൻവർ ആദ്യം ബോംബ് പൊട്ടി ആദ്യത്തെ പ്രസ്താവനയൊക്കെ വന്നപ്പോൾ അദ്ദേഹം അൻവറിന് അനുകൂലമായി പിണറായിക്കെതിരായി വലിയൊരു വികാരം കേരളത്തിലാകെ നുരഞ്ഞു വരുന്നത് കണ്ടു. കണ്ണൂരിൽ പോലും കാര്യമായി പ്രതിരോധിക്കാൻ ആരും ഉണ്ടായില്ല എന്ന് മനസ്സിലായി. ഒടുവിൽ പിണറായി മിണ്ടുമ്പോൾ മാത്രമാണ് ആരെങ്കിലുമൊക്കെ പാർട്ടിയിൽ മിണ്ടി തുടങ്ങി. ശരിക്കും മാഷേ, ഈ പത്മവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യു എന്നൊക്കെ നമ്മൾ കഥകളിലൊക്കെ കേൾക്കുന്നത് പോലെ പിണറായി ആയുധം നഷ്ടപ്പെട്ട് നിരായുധനായിട്ട് ഒറ്റയ്ക്ക് ഈ എന്താ പറയുക യുദ്ധമുഖത്ത് നിൽക്കുന്നത് പോലെ ഒരു അനുഭവമാണ് ആ അൻവറിൻ്റെ വിഷയം തുടക്കത്തിലുണ്ടാക്കി. ആ സമയത്ത് പിണറായി എടുത്തിട്ടുള്ള ഒരു തീരുമാനം, പിണറായി ആവാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് അഡ്വൈസർമാരാവാം, എടുത്തൊരു തീരുമാനം, തൽക്കാലം എല്ലാവരും ചേർന്ന് അൻവറിനെ ശരിപ്പെടുത്തി കളയുക. അൻവറിനെ ഫിനിഷ് ചെയ്താൽ നിങ്ങളെ എല്ലാവരും, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഓരോരുത്തരുമായിട്ട് ഞാൻ സെറ്റിൽ ചെയ്യാം. അതാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പിന്നെ നമ്മൾ ഓരോരോ ആയിട്ട് കണ്ടത്. നീ കണ്ടോ പാലക്കാട് ഇലക്ഷനിൽ ഇന്ന് വരെ കഴിഞ്ഞ കുറേ കാലമായിട്ട് പാലക്കാട് ഇലക്ഷനിൽ മൗനത്തിലേക്ക് പോയ PK കൃഷ്ണദാസ് സജീവമായി രംഗത്ത് വന്നല്ലോ. PK കൃഷ്ണദാസ് അല്ല, മറ്റേ CPM-നുള്ളിലെ കൃഷ്ണദാസ്. അതെ, PK കൃഷ്ണദാസ് BJP-യിലാണ്. അല്ല, കൃഷ്ണദാസിന്റെ കൃഷ്ണദാസോ KN കൃഷ്ണദാസോ അങ്ങനെ എന്തോ അല്ല. എന്തായാലും PK എനിവേ കൃഷ്ണദാസ് പാലക്കാട് കൃഷ്ണ പഴയ MP കൃഷ്ണദാസ് അത് തന്നെ കൃഷ്ണദാസ് സജീവമായിട്ട് രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ അസംതൃപ്തരെ, പാർട്ടിയിലെ അസംതൃപ്തരെ ഈ ഒന്നിപ്പിക്കുന്നതിൽ ഈ സരീനെ മുൻനിർത്തി, സരീൻ വന്നുകൊള്ളട്ടെ പോയിക്കൊള്ളട്ടെ, അതൊരു പ്രശ്നമല്ല, തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊള്ളട്ടെ ജയിച്ചുകൊള്ളട്ടെ, പാലക്കാട്ടെ പാർട്ടിയിലെ പൂർവ്വകാല പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ അതിലൂടെ സാധിച്ചു. ഒന്ന്. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ കണ്ടത് P ജയരാജൻ്റെ ആത്മകഥയാണ്. P ജയരാജൻ്റെ ആത്മകഥ ഒരു നല്ല സൂചനയാണ്. ഒന്ന്, P ജയരാജൻ എല്ലാ കാലത്തും RSS-നെതിരായി പൊരുതിക്കൊണ്ടിരുന്ന വലിയ പോരാളിയാണ്. അതിൻ്റെ പ്രതീകമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന. ഇപ്പോൾ CPM-ലെ ഏറ്റവും വലിയ നേതാവ് RSS വിരുദ്ധനും RSS-ന്റെ ഇരയുമായി തീർന്ന ഒരാൾ. സമയം വേട്ടക്കാരനും ജീവനും ജീവിതവും ഒക്കെ പാർട്ടിക്ക് കൊടുത്ത ഒരാൾ എന്നാൽ മീൻസ് പാർട്ടി സംഘപരിവാറിന്റെ ആക്രമണങ്ങൾക്ക് ഇരയായ ഒരാളെന്നാണല്ലോ പാർട്ടി പക്ഷേ. അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാമിക ഫണ്ടമെന്റൽസിനെതിരായിട്ട് പുസ്തകം എഴുതിച്ചു. ഇസ്ലാമിക് ഫണ്ടമെന്റലിസം
ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, ഈ എന്താണ് പറയുക, രാഷ്ട്രീയ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം, അതാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. മുസ്ലിം ലീഗ് അതിന് കീഴടങ്ങിയിരിക്കുന്നു. മുസ്ലിം ലീഗ് മുസ്ലിം പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്, മറ്റേത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കുന്ന പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് പാർട്ടി പോളിറ്റ് ബ്യൂറോ പൂർണ്ണമായും മാറ്റി നിർത്തിയിരുന്ന ഒരാൾ, എല്ലാ കാലത്തും അവഗണിക്കപ്പെട്ട ഒരാൾ, വിജയരാഘവൻ അല്ല പി ജയരാജൻ എല്ലാ കാലത്തും അവഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്നു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് വടകരയിലേക്ക് മത്സരിക്കാൻ വിട്ടത്. അവിടെ തോറ്റതോടുകൂടി ക്ലീനായി സൈഡാക്കി നിർത്തിയതാണ്. പിന്നെ ഇപ്പോ എന്താണ് ഖാദി ബോർഡിന്റെ വൈസ്, അതുപോലും വളരെ വൈകിയാണ്. അതുപോലും ഒരു പരിഗണനയുടെ ഭാഗമായി വലിയ ഒച്ചപ്പാട് വന്നപ്പോൾ കൊടുത്തതാണ്. കാരണം ഇദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു കാറെങ്കിലും വേണ്ടേ എന്നൊക്കെയുള്ളൊരു പദവി. ഏതായാലും പി ജയരാജന്റെ പുസ്തകം വന്നു. ഇദ്ദേഹം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ഇദ്ദേഹം നമ്മുടെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ അവതാരിക എഴുതി. അവതാരിക കൊണ്ടൊന്ന് ഒരു പ്രയോജനവും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു ഫോർമുലയിൽ അതിന് പ്രയോജനമുണ്ട്. പോളിറ്റ് ബ്യൂറോയിൽ പി ജയരാജന് വേണ്ടി സംസാരിക്കാൻ ഒരാൾ, പിണറായി വിജയൻ അല്ലേ പിന്നെ ഉള്ളൂ. അതെ, അങ്ങനെ ഒരാൾ എം വി ഗോവിന്ദനും പിണറായി വിജയനും ഇല്ലെങ്കിൽ പോലും പോളിറ്റ് ബ്യൂറോയിൽ പി ജയരാജന് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാകുന്നു. അതാണ് ആ അവതാരികയുടെ. അത് സെറ്റിലായി, അതിന് ഗുണവും ചെയ്തു. രണ്ട്, ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതിനിടക്ക് പിണറായി വിജയൻ കളിച്ചൊരു കളി എന്താ വെച്ചാൽ ഒരു ബാലൻസിങ് പൊളിറ്റിക്സ് കളിച്ചു. പി ജയരാജന്റെ പുസ്തകത്തോട് പൂർണ്ണമായിട്ടൊന്നും എനിക്ക് യോജിപ്പില്ല, എങ്കിലും ഞാൻ ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നു മട്ടിലാണ്. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്, തട്ടിപ്പ്. കക്ഷത്തിലിരുന്നത് പോകാതെ ഉത്തരത്തിലുള്ള അതിനുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം ഒന്ന് തോണ്ടിയിട്ട് ബാക്കിയുള്ളവരെ തലോടി നിർത്താനുള്ള ശ്രമമാണ് നടത്തിയത്. കാരണം സമസ്ത ഉൾപ്പെടെയുള്ളവർ കക്ഷത്തിരുന്നാൽ നന്ന് തോന്നലുണ്ടല്ലോ. അതാണ് അത് കഴിഞ്ഞ പി ജയരാജന് ശേഷമുള്ളൊരു അജണ്ടയാണ് ഇ പി ജയരാജൻ ഇതുപോലെ അസംതൃപ്തനാണ്. വലിയ അസംതൃപ്തി ഒരുപാട് കാലങ്ങളായിട്ട് പല കാരണങ്ങളാൽ മന്ത്രി പദവി, സംസ്ഥാന സെക്രട്ടറി പദവി ഒക്കെ മോഹിച്ചിരുന്ന ഇ പി ജയരാജനെ മുൻനിർത്തിയിട്ട് അപ്പോൾ ലോക്സഭാ ഇലക്ഷനോടുകൂടി പിണറായി വിജയന് എതിരായി ജനവികാരം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ആ ജനവികാരം മുതലെടുത്തുകൊണ്ട് പി വി അൻവർ രംഗത്ത് വന്ന് പോരാട്ടം തുടങ്ങിയപ്പോൾ കുറെ കൂടി പൾസ് ബോധ്യപ്പെട്ടു. കണ്ണൂരിൽ അതിൻ്റെ ആ ഒരു വികാരത്തിൻ്റെ, ആ ജനവികാരത്തിൻ്റെ, ആ റിവോൾട്ടിൻ്റെ കണ്ണൂരിലെ നേതാവായിട്ട് ഇ പി ജയരാജനെ കൂടെ നിർത്താം, ഇ പി ജയരാജനെ മുന്നിൽ നിർത്താമെന്ന് കണ്ണൂർ പാർട്ടിയും ആലോചിച്ചിരിക്കണം. അതിന്റെ ഭാഗം കൂടിയാണ് ഈ ആത്മകഥ തന്നെയും അങ്ങനെ ഉണ്ടായത്. ഇ പി ജയരാജൻ എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ അദ്ദേഹത്തിന് അവതാരിക വേണം, അദ്ദേഹത്തിന് ആത്മകഥ വേണമെന്ന് തോന്നുന്നത് തന്നെ ഒരു ആലോചനയുടെ ഭാഗമാണ്. പല കാര്യങ്ങളുണ്ട് അതിന്. ഒന്ന്, പി ജയരാജനെ ഈ പുസ്തകത്തിലൂടെയെങ്കിലും പാർട്ടി തിരിച്ചെടുക്കുന്നുവല്ലോ, എങ്കിൽ പുസ്തകം കൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത് കളയാം. അപ്പോൾ പ്രത്യക്ഷത്തിൽ പാർട്ടിക്കെതിരായി ഒന്നും പറയാത്ത, എന്നാൽ പാർട്ടിയുടെ നയമാറ്റം കൃത്യമായി അടയാളപ്പെടുന്ന ഒരു പുസ്തകമാണ് പി ജയരാജൻ്റെ പുസ്തകം. എന്നാൽ പാർട്ടിക്കെതിരെ തന്നെ പരസ്യമായി പറഞ്ഞുകൊണ്ടൊരു പുസ്തകം എഴുതി കളയാം. പിണറായിക്കെതിരായുള്ള പോരാട്ടം കണ്ണൂരിൽ നിന്ന് തുടരാം എന്നാണ് എൻ്റെ അജണ്ട. അപ്പോൾ അതിന് നടന്ന ഏർപ്പാടുകൾ, ഈ കൂടിയാലോചനകളൊക്കെ നടന്നിട്ടുണ്ടാവണം. DC കരാറൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും മാതൃഭൂമി ആ പുസ്തകം ചോദിച്ചിരിക്കാം. മാതൃഭൂമിക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ല DC ഒരു പക്ഷേ പി ജയരാജനെ എൻ്റെ കച്ചവടത്തെ, മാതൃഭൂമി നന്നായി കച്ചവടം ചെയ്തല്ലോ, അതിനെ മറികടക്കാൻ ഇ പി ജയരാജന്റെ കച്ചവടം ഉപയോഗിക്കാൻ DC തീരുമാനിച്ചിട്ടുണ്ടോ? ഒരു ധാരണയൊന്നും ഇല്ലാതെ ഇപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും DC അവരുടെ ഔദ്യോഗികമായ പോർട്ടലിൽ കൊടുക്കൂലല്ലോ. അപ്പോൾ കരാറൊക്കെ ഉണ്ട്. കരാർ രേഖാമൂലമില്ലെങ്കിലും കരാർ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഇടയ്ക്ക് അങ്ങനൊരു ഇത് കേട്ടു മാഷെ, അതായത് അത്യാവശ്യം കോപ്പികൾ അച്ചടിച്ച് DC അതിൻ്റെ ഈ ചില്ലറ വിൽപ്പനശാലകളിലേക്ക് എത്തിച്ചു എന്ന് പോലും കേൾക്കുന്നുണ്ട്. അത് എത്ര സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അറിയില്ലെന്നേ. ഇതിപ്പോൾ ബഹളം ആയില്ലായിരുന്നെങ്കിൽ ഇത് ഗോസ്റ്റ് റൈറ്റിങ്ങിനെ ഏൽപ്പിച്ചാണ്. അത് മിക്ക രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഗോസ്റ്റ് റൈറ്റിങ്ങിന് കുറ്റം പറയുന്നവരെങ്ങനെ ആരാ പറയുക? ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഗോസ്റ്റ് റൈറ്റിംഗ് അല്ലാത്ത നേതാക്കന്മാരാരുള്ളത്? അവരൊന്ന് എഴുതുന്ന നേർക്ക് നേരെ എഴുതുന്ന ഒരു EMS മാറ്റി നിർത്തിയാൽ സ്വന്തം കൈപ്പടയിൽ എഴുതുന്നവരാരുള്ളത്? വളരെ കുറവാണ്, വളരെ കുറവാണ്. പറഞ്ഞു കൊടുത്തൊക്കെ എഴുതിക്കുന്നുണ്ടാവും, പക്ഷെ അതിലുപരി ഒരാളെ അങ്ങ് ഏൽപ്പിക്കുന്നു, സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അയാളുടെ
പിന്നെ എന്താ പറയുക, വികാരങ്ങൾക്കനുസരിച്ച് അയാളൊരു അതിപ്പോൾ എനിക്കറിയാന്നേ, ഒരു മലയാള വാക്യം മുഴുവനായിട്ട് എഴുതാൻ എൻ്റെ പാണക്കാട് തങ്ങന്മാർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു തങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ തലമുറയിലെ മുനവർ അലി തങ്ങളൊക്കെ ഒരു പക്ഷേ എഴുതുന്നുണ്ടാവാം. എന്നാൽ പാണക്കാട് തങ്ങന്മാരുടെ പേരിൽ മുഴുവനും പുസ്തകം വന്നിട്ടുണ്ട്. വലിയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ പുസ്തകം വന്ന് എഴുതിയതാരാന്നൊക്കെ നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗോസ്റ്റ് റൈറ്റിംഗ് ഒരു കുറ്റമൊന്നുമല്ല പൊളിറ്റിക്സിൽ, അതൊരു നടപ്പാണ്. ഇപ്പോൾ ഇദ്ദേഹമാണ് വീരേന്ദ്രകുമാറാണ് MP വീരേന്ദ്രകുമാറാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ. ആ പുസ്തകങ്ങൾ ആരാണ് എഴുതുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ വീരേന്ദ്രകുമാറിന് അദ്ദേഹം എഴുതാൻ നേരം കിട്ടിയില്ലെങ്കിലും അദ്ദേഹം പലതും വായിക്കാൻ നേരം കിട്ടി. അതുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ ഈ സമയത്ത് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ കോലാഹലമൊക്കെ ഉണ്ടാവാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഈ ഒടുവിലത്തെ അജണ്ടയായി ലോക്സഭാ ഇലക്ഷന് ശേഷം PV അൻവറിന് ശേഷം P ജയരാജന് ശേഷം EP ജയരാജൻ കുറച്ച് ശക്തനായതുകൊണ്ട് അവൻ്റെ കേസ് അവസാനം പരിഗണിക്കാമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ടാവണം. EP ജയരാജനുമായി കരാർ ഒപ്പിടുന്നത് അല്ലെങ്കിൽ കരാറിലെത്തുന്നത് അല്പം വൈകിപ്പോയി. അപ്പോഴേക്ക് ഈ കാൽക്കുലേഷൻസൊക്കെ ഈ പ്ലാനൊക്കെ പോയി, ആക്ഷൻ ആക്റ്റീവായി. അതാണ് പ്രശ്നം. എഴുതാൻ ഒരാളെ ഏൽപ്പിച്ചു, ഇന്ന കാര്യങ്ങളൊക്കെ വന്നാൽ നന്നെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെ, പിന്നെ പാർട്ടി ആവശ്യത്തിന് പിണറായിക്ക് ആവശ്യത്തിന് കൊടുത്തോളണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കൊട്ടുകൾ EP ജയരാജനെ വാഴ്ത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബാക്കി ഇത് അപ്പുറത്ത് മാതൃഭൂമിയാണെങ്കിൽ നമുക്ക് DC തന്നെ എന്നും പറഞ്ഞു DC സംസാരിച്ചിട്ട് EP സംസാരിച്ചിട്ടുണ്ടാവില്ല, ഉത്തരവാദപ്പെട്ടവർ സംസാരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഒരു ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കും ഇപ്പോൾ ഓൺലൈനിലൊക്കെ വരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഒന്നുമില്ല പുസ്തകത്തിന് ഇപ്പോൾ വന്നിട്ടുള്ളതിലും ഒന്നുമില്ല. പിന്നെ വിവാദം ഉണ്ടാകാവുന്ന സാധനങ്ങൾ ആയിരിക്കണം അവസാന കാലത്ത് ചേർത്തത്. ഈ റിലീസിങ്ങിൻ്റെ ഡേറ്റ് തീരുമാനിച്ചതും കൃത്യം പൊളിറ്റിക്കലാണ്. അതൊക്കെ പാർട്ടി പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊക്കെ നേരത്തെ ഇപ്പോൾ ഇലക്ഷൻ്റെ ദിവസം തന്നെ ആ പുസ്തകം ഇറങ്ങും. അപ്പോൾ P ജയരാജനെയും കടത്തിവെട്ടി. ഇലക്ഷൻ്റെ ദിവസം പാർട്ടി വിരുദ്ധമായ അതും ഏറ്റവും ലേറ്റസ്റ്റ്. ആ ഇലക്ഷനിൽ പ്രസക്തി വേണമെങ്കിൽ എന്ത് വേണം? സരീൻ ഉൾപ്പെടെയുള്ള ഇഷ്യൂ. അത് മനഃപൂർവ്വം ഒരു പക്ഷേ ഇനി എഴുതാൻ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഒരു മിനിമം ഡ്രാഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തതായിരിക്കും. അത് കൊടുത്തോട്ടെ എന്ന് DC പറഞ്ഞിട്ടുണ്ടാവണം, EP ജയരാജനോടും പറഞ്ഞിട്ടുണ്ടാവണം. ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു സംഭവിക്കുന്നതാണ് പിണറായി വിജയൻ്റെ എൻട്രി. പിണറായി വിജയനും EP ജയരാജനും തമ്മിലുള്ള ഒത്തുതീർപ്പ്, കോംപ്രമൈസ്. നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പരിഗണിക്കും, എല്ലാം നമുക്ക് പരിഹരിക്കാം, ഇനി നീ എൻ്റെ കൂടെ നിന്നോണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവണം. ആ തീരുമാനം ഇദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇദ്ദേഹത്തെ പൂർണ്ണമായും ഡ്രോപ്പ് ഔട്ട് ആക്കി ആത്മകഥയെ തള്ളി പറയുകയേ വഴിയുള്ളൂ. വേറൊരു വഴി ആത്മകഥയെ തള്ളിപ്പറയണം. ഇലക്ഷൻ ദിവസം വന്നതുകൊണ്ട് പാഞ്ഞെത്തിയിട്ട് പാലക്കാട്ട് സരീനെ കെട്ടിപ്പിടിക്കുക. സരീനെക്കുറിച്ച് സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ പറഞ്ഞ അഭിപ്രായം പറയാത്തവരാരാണ്? എന്താണ് ആ സരീൻ എന്ന വ്യക്തിക്കുള്ള ക്വാളിറ്റി? എന്ത് യോഗ്യതയുള്ളത്? ഇത് EP ജയരാജൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവിടെ ചെന്ന് ഈ ഡോക്ടർ സരീൻ മഹാനാണെന്ന് പറയേണ്ടി വന്നു. ഇതൊക്കെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതോടുകൂടിയിട്ട് പിണറായി വിജയൻ്റെ മനസ്സ് ഇതിനുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലായി. പിണറായി വിജയൻ പരസ്യമായി പൊതുയോഗങ്ങളിൽ ഇപ്പോൾ EP ജയരാജന് വേണ്ടി പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പുകഴ്ത്തുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ പാർട്ടിയിലെ ബാക്കി എല്ലാവരും ശബ്ദിക്കാൻ നിർബന്ധിതരാകും. EP ജയരാജന് വേണ്ടി പൊരുതാൻ ബാക്കിയുള്ള പിന്തുണ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ EP ജയരാജൻ കൂടെ ഉണ്ടാവും, ഇപ്പം ഉണ്ടാതിരിക്കുന്നവർ പുറത്താവും. അതാണ് സംഭവിക്കുക. അതാണ് ഇപ്പോൾ സംഭവിച്ചുള്ളത്. ഈ കണ്ണൂർ പൊളിറ്റിക്സിലെ പ്രത്യേകമായും വിശേഷിച്ച് പൊതുവെ എടുത്തു കഴിഞ്ഞാൽ കേരള CPM-ലെയും ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഒടുവിലത്തെ പൊറാട്ട് നാടകമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മകഥ. അതാണ് ആത്മകഥ. അത് ഒരു പക്ഷേ അതിൻ്റെ തലക്കെട്ട് കൊടുത്തതിലൊക്കെ അത് പറഞ്ഞതുപോലെ DC ബുക്സിൻ്റെ കച്ചവട തന്ത്രങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് EP ജയരാജന് പോലും അന്ന് മനസ്സിലായില്ല, തലക്കെട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല. പുസ്തകം ഇറങ്ങുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് വെച്ചിട്ടുണ്ടാവും, സംസാരിച്ച് ചർച്ചയാക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. അതെ, നല്ല തലക്കെട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, അത്ര തന്നെ. പക്ഷെ ആ തലക്കെട്ട് EP ജയരാജനെ അപഹസിക്കുന്ന തലക്കെട്ടാണ്. പരിപ്പുവടയും കട്ടൻ ചായ. തീർച്ചയായിട്ടും. എന്തായാലും ഇതിനകത്ത് കച്ചവടത്തിന്റെ പടവും. അതെ, ഇതിനകത്ത് ഈ കച്ചവട താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷേ DC-ക്ക് കച്ചവട താല്പര്യമുണ്ട്, EP-ക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട്. രണ്ടും കൂടി പിണറായിയുടെ രാഷ്ട്രീയ കച്ചവടമുണ്ട്, രണ്ടും ചേർത്ത്. ഇതാണ് ഇതിൻ്റെ ഒരു ട്രയാങ്കിള്. എന്തായാലും DC-യുടെ കച്ചവടവും EP-യുടെ രാഷ്ട്രീയവും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ കച്ചവടവും
ഇത് മൂന്നും ചേർന്നാൽ ഈ വിവാദത്തിൻ്റെ കാമ്പായി. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ പുസ്തകം ആത്മകഥ എന്ന് പുറത്ത് വരുമോ എന്ന് അറിഞ്ഞൂടാ, ഇനി പുറത്ത് വരുമോ എന്ന് തന്നെ അറിഞ്ഞൂടാ. ഇനി അത് ആവശ്യമില്ല, സത്യത്തിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല.